ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫില്ലി ടോക്സിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ മാർക്കറ്റ് വീണ്ടും ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ വാർ ക്ലോസിംഗിന്റേതായ പല ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അതിന്റെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ നാളെ ആയിരിക്കും വരുന്നത്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ മാർക്കറ്റിൽ കാണിക്കാൻ തുടങ്ങി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ടോക്സ് നടക്കുന്നുണ്ട്. അതിന്റെ റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. വാർ ഓൾമോസ്റ്റ് എൻഡിലോട്ട് എത്താൻ തുടങ്ങിയിട്ടുണ്ട്, ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ഇന്ന് കണ്ടത് നല്ലൊരു ഗ്യാപ്പ് അപ്പ് മൂവ്മെന്റ് ആണ്. ഈ ഒരു 35 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് കൂടാതെ തന്നെ വീണ്ടും ഒരു ഗ്യാപ്പ് ഉണ്ടായി. അപ്പൊ നമ്മളിപ്പോ മൊത്തം നോക്കുവാണെങ്കിൽ എന്തോരം ഗ്യാപ്പ് ഉണ്ടായി എന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഈ ഒരു പൊസിഷനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നല്ലൊരു വലിയ ഗ്യാപ്പാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഫില്ല് ചെയ്യാനുള്ളത്. ഇതിന്റെ മെഷർമെന്റ് ഒന്ന് നമുക്ക് എടുക്കാം. മെഷർമെന്റ് വരുന്നത് ഏകദേശം 263 പോയിന്റ്സ് ആണ്. അപ്പൊ 35 പോയിന്റ്സ് ഗ്യാപ്പ് നിന്ന് ക്ലോസ് ചെയ്യാനുള്ളത് ഇപ്പോൾ 263 പോയിന്റ്സ് ആണ്. നമുക്ക് 260 റൗണ്ട് അപ്പ് ആയിട്ട് എടുക്കാം. പോയിന്റ്സ് ഗ്യാപ്പ് ആണ് ഫില്ലാകാനുള്ളത്. അത് മാത്രമല്ല, നമുക്ക് ഇപ്പൊ ഇനിയിപ്പോ സീരിയസ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 400 പോയിന്റ്സ് ഗ്യാപ്പ് താഴെയുള്ളതാണ്. കാര്യം ആ ഒരു ഗ്യാപ്പ് ക്ലോസ് ആകാതെ നമുക്ക് ഒരു ഫ്രീലി ആയിട്ട് നമുക്കൊരു അപ്പ് സൈഡ് മൂവ്മെന്റോ ഡൗൺ സൈഡ് മൂവ്മെന്റോ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ ഈ താഴത്തെ ഇപ്പോൾ മോളിൽ നിൽക്കുന്ന ഗ്യാപ്പ് ഒരു ചെറിയൊരു ബാഡ് ന്യൂസ് ഉണ്ടായാൽ പോലും ഈ 260 പോയിന്റ്സ് ഗ്യാപ്പ് താഴത്തോട്ട് ഫോളോ ചെയ്ത് ഫില്ലാകാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ 24,200 റെസിസ്റ്റൻസ് 2 കറക്റ്റ് ആയിട്ടാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് മാർക്കറ്റ് പിന്നെ സൈഡ് വേസ് മൂവ്മെന്റ് നടത്തി. അപ്പോൾ ഇങ്ങനെ സൈഡ് വേസ് മൂവ്മെന്റ് നടത്തുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റിന് പിന്നെ മുകളിലോട്ട് പുള്ളപ്പ് ചെയ്യാൻ പറ്റില്ല. ആ ഗ്യാപ്പ് അപ്പ് കൊണ്ടുണ്ടായ ആ ഒരു പുള്ളപ്പാണ്. അതിന് ശേഷം മാർക്കറ്റിന് അത് കടന്നു പോകാൻ പറ്റണില്ലെന്ന് മനസ്സിലാക്കണം. അപ്പൊ അത് വെച്ച് വേണം നമുക്ക് ഇന്നത്തെ അനാലിസിസ് ചെയ്യാൻ. ആദ്യമേ തന്നെ ഈ 400 പോയിന്റ്സ് ഗ്യാപ്പും പിന്നെ ഈ 260 പോയിന്റ്സ് ഗ്യാപ്പ് ഞാനൊന്ന് വരച്ചിട്ടോട്ടെ. അതായത് 400 പോയിന്റ്സ് ഗ്യാപ്പ് ഇവിടെ ഉള്ളത്, പിന്നെ നമുക്കുണ്ടായിരിക്കുന്ന ന്യൂ ഗ്യാപ്പ് അതായത് 260 പോയിന്റ്സ്. അതൊന്ന് കറക്റ്റ് ചെയ്തോട്ടെ. 260 പോയിന്റ്സ് ഇങ്ങനെ രണ്ട് ഗ്യാപ്പാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഗ്യാപ്പാണ് ഇനി നമുക്ക് ക്രൂഷ്യൽ ആയിട്ട് നോക്കേണ്ടത്. കാര്യം മുകളില് ഉണ്ട് ഗ്യാപ്പ്, അത് മാത്രമല്ല മുകളിൽ അത് വന്ന് സ്റ്റക്കായി നിൽക്കുവാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഇവിടെ സൈഡ് വേസ് ആണ്. അപ്പൊ ഈ താഴത്തോട്ടുള്ള ഗ്യാപ്പ് വളരെ ക്രൂഷ്യൽ ആണ്. ഓക്കെ, അപ്പോ ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. ആദ്യമേ തന്നെ ഇന്നത്തെ ക്ലോസിംഗ് ഞാൻ മാർക്ക് ചെയ്തോട്ടെ. ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ്, മാർക്കറ്റ് ക്ലോസിംഗ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത് 24,211 ആണ്. ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 24,231.30. നെഗറ്റീവ് മൂവ്മെന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ +388 പോയിന്റ്സ് അപ്പ്. അത് ഗ്യാപ്പോട് കൂടിയാണ് നോക്കണം. 260 പോയിന്റ്സ് ഓൾറെഡി ഗ്യാപ്പ് അപ്പ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ മൂവ്മെന്റ് ആണ്. നമ്മൾ അതെപ്പോഴും കൺസിഡർ ചെയ്യണം. ഈ ഗ്യാപ്പ് ഫോം ചെയ്യുന്നത് FIIസിന്റെ ബയ്യിങ് കൂടുമ്പോഴാണ്. അപ്പോൾ ഈ 85 പോയിന്റ്സ് മാത്രമേ ഇന്ന് ആക്ച്വലി മാർക്കറ്റ് റിയലി റീറ്റെയിലേഴ്സ് രീതിയിൽ മൂവ് ചെയ്തിട്ടുള്ളൂ. ബാക്കി പകുതി ഗ്യാപ്പ് അപ്പ് ആണ്. അത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ 1.63% അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇത് വെച്ച് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കടക്കുമ്പോൾ നമ്മുടെ ഇനി വരാൻ പോകുന്ന ഫസ്റ്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 24,800 ആയിരിക്കും. ഇവിടെ കൊണ്ടുവരും 24,800. ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽസ് ആണ് ഇന്ന് ഗ്യാപ്പ് ഓപ്പൺ ചെയ്ത ലെവൽ. അതായത് സപ്പോർട്ട് 2 ആയിട്ട് വരും 23,800. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 23,800. ഇത് നമ്മുടെ ഗ്യാപ്പ് ഓപ്പണിംഗ് ലെവൽ ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. ഇത് ഇൻട്രാഡേ സപ്പോർട്ട്. ഈ 23,800 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 400 പോയിന്റ്സ് താഴെയുള്ള ഗ്യാപ്പ് ഫില്ലാകാൻ വേണ്ടി മാർക്കറ്റ് താഴത്തോട്ട് വരും, സെല്ലോസ് ഡോമിനേഷൻ വരും. അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള ഇൻട്രാഡേ ലെവൽ നോക്കാനുള്ളത് 23,800 ആണ്. അതുപോലെ തന്നെ 24,400 ഇത് നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ലെവൽ ആയിട്ട് വരും. ഓക്കെ, 24,400 നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ ആയിട്ട് വരും. 24,400 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഇവിടെ ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് കറക്റ്റ് ചെയ്തോട്ടെ. അതായത് 28,800 ആയിരിക്കും നമ്മുടെ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് ലെവൽസ് വരുന്നത്. കാര്യം നമുക്കിവിടെ ഇപ്പോൾ നോക്കാനുള്ളത് 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻസ് ആണ്. കാര്യം 260 പോയിന്റ്സ് ഗ്യാപ്പ് താഴെയുണ്ട്. മാർക്കറ്റ് ഇവിടെ ഇനി മുകളിലോട്ട് പോണതിന് പകരം ഇവിടെ ഒരു 1 അവർ ബെയറിഷ് ക്യാൻഡിൽ, 1 അവർ ടൈം ഫ്രെയിമിൽ 1 അവർ ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴത്തോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. അതേസമയം ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ, ഒരു നല്ലൊരു ബുള്ളിഷ് ഗ്രീൻ ക്യാൻഡിൽ ആ 24,400 ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒരെണ്ണം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇനിയും പുള്ളപ്പ് പ്രതീക്ഷിക്കാം. അപ്പോൾ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. ഇത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലുള്ള കാര്യമാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അഥവാ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ സംഭവിക്കണമെങ്കിൽ ലെവൽസ് മാറും, സപ്പോർട്ടും റെസിസ്റ്റൻസും ഒന്നും മാറില്ല, പക്ഷെ എടുക്കുന്ന പോയിന്റ്സ് മാറും. ഫോർ എക്സാമ്പിൾ ഇവിടെ
ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, അതായത് ഇവിടെ മുകളിൽ എവിടെയെങ്കിലും ആണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇത് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് വരും. ഇത് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. ഇത് ഇപ്പോഴത്തെ ലെവല് ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം എടുക്കാൻ. അപ്പൊ മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും ലെവൽസ് വരുന്നത്. പക്ഷെ ലെവൽസിന്റെ വാല്യൂസും, അതായത് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്ന വാല്യൂസും മാറുന്നതായിരിക്കില്ല. ഓക്കെ, ഇനി നിങ്ങൾക്കും ഇതുപോലെ തന്നെ അനലൈസ് ചെയ്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് ഞാൻ ചെയ്യുന്ന പോലെ പ്രോ ലെവലിൽ ഇപ്പോൾ കണ്ടോ, ഇന്ന് മാർക്കറ്റ് വന്ന് സ്റ്റോപ്പ് ചെയ്തത് ഞാൻ വരച്ചിരുന്ന ആ ലെവലിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടുള്ള അനാലിസിസ് ചെയ്യണമെങ്കിൽ, കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് എവിടെ റേഞ്ച് അപ്പ് ചെയ്യണം, ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓപ്ഷൻസ് ചെയ്യുന്നവരാണെങ്കിലും ഇക്വിറ്റി ചെയ്യുന്നവരാണെങ്കിലും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നൊരു കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കോഴ്സിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ആക്സസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു, എല്ലാ റെക്കോർഡിങ്സിന്റെ. അതുപോലെ തന്നെ ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്റെ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നാണ് കോഴ്സിന്റെ പേര്. നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ടു ഫേസ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് ചെയ്യുന്നത്. കൂടാതെ റെക്കോർഡിംഗ്സ് വിത്ത് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈഫ് ടൈം ലേണിംഗ് ഡാഷ്ബോർഡ് ആക്സസ് കൊടുക്കുന്നുണ്ട്. റിയൽ ടൈം വാട്സ്ആപ്പ് സപ്പോർട്ട്, ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളെ ആക്കി തരാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ സ്വയം തന്നെ ലെവൽസും ഇതൊക്കെ മാർക്ക് ചെയ്യാൻ ഈ കോഴ്സ് തീരുന്നതോടെ പഠിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടേതായ സ്ട്രാറ്റജി ബിൽഡിംഗ് ഫ്രെയിംവർക്കും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസും ഓൾറെഡി ഉള്ള സ്ട്രാറ്റജീസ് ആയ സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും കോഴ്സിന്റെ അകത്ത്. ഇതിന്റെ ഒപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ നമ്മൾ കൊടുക്കും. കോഴ്സിന്റെ അകത്ത് കവർ ചെയ്യുന്നത് മെയിൻ ആയിട്ട് പാറ്റേൺസ്, ഫിബിനോക്കി, പ്രൈസ് ആക്ഷൻ, കാൻഡിൽ അനാറ്റോമി, ടെക്നിക്കൽ അനാലിസിസ്, സെന്റിമെന്റൽ അനാലിസിസ്, വോളിയം അനാലിസിസ്, സ്ട്രാറ്റജീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസ്, പിന്നെ ഹൗ ടു ടേക്ക് ആൻ എൻട്രി, എപ്പോൾ എക്സിറ്റ് ചെയ്യണം, പിന്നെ ഇമോഷണൽ ട്രേഡിംഗ് കൺട്രോൾ അതെങ്ങനെ ചെയ്യണം. കാര്യം മിക്കവർക്കും ഓവർ ട്രേഡിംഗ് ചെയ്താണ് വലിയ ലോസസ് ഉണ്ടാകുന്നത്. മിനിമം ലോസിൽ എങ്ങനെ പുറത്തിറങ്ങാം, റൈറ്റ് ട്രേഡ് എങ്ങനെ എടുക്കാം. പിന്നെ ഒപ്പം നമ്മൾ ബോണസ് ആയ ടെക്നിക്കൽ അനാലിസിസ് എന്ന മോഡ്യൂൾ 9999 ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 9999 ആണ് കോഴ്സിന്റെ മോഡ്യൂളിന്റെ കോസ്റ്റ്. അതുപോലെ തന്നെ റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5999 റുപ്പീസിന്റെ കോഴ്സും നമ്മൾ ഈ കോഴ്സിന്റെ ഒപ്പം ബോണസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മൊത്തം നോക്കുവാണെങ്കിൽ ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാതെ നമ്മൾ നോക്കുവാണെങ്കിൽ 25997 ആണ് കോഴ്സ് പ്രൈസ് വരുന്നത്. അത് മാക്സിമം റെഡ്യൂസ് ചെയ്ത് 4199 റുപ്പീസിന് ഉള്ളിലാണ് നമ്മൾ ചാർജ് ഒരു സ്റ്റുഡന്റിൽ നിന്ന് ഈടാക്കുന്നത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ആയ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്ത് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വിളിച്ച് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്ത് ഈ ഓഫറിൽ തന്നെ കോഴ്സ് ഗ്രാബ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഓപ്ഷൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ, ചെറിയ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് നേടിയിട്ട് ഒറ്റ സമയം കൊണ്ട് തന്നെ, ഒറ്റ ട്രേഡ് കൊണ്ട് തന്നെ എല്ലാ ലോസും വന്ന് എല്ലാ പ്രോഫിറ്റ് നഷ്ടപ്പെടുന്ന ആ ഒരു സിറ്റുവേഷനിലൊക്കെ ഉള്ളവരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ലെവൽസ് എടുക്കാനും കറക്റ്റ് ആയിട്ട് സ്ട്രൈക്ക് പ്രൈസ് എടുക്കാനും ഒക്കെ ഈ കോഴ്സിൽ ഇൻഡെപ്ത് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ താല്പര്യമുള്ളവർ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിയാലും നമ്മൾ വരച്ചിരുന്ന സെയിം റെസിസ്റ്റൻസ് ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്ന് വന്ന് സൈഡ് വേസ് മൂവ്മെന്റ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു പുതിയ ഗ്യാപ്പ് ഫോർമേഷൻ ഉണ്ട്. ഗ്യാപ്പിന്റെ മെഷർമെന്റ് ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ ഇന്ന് ഫോം ചെയ്തേക്കുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം മെഷർ ചെയ്തോട്ടെ, ഏകദേശം വരുന്നത് 446 പോയിന്റ്സ് ആണ്. നമുക്ക് 450 റൗണ്ട് അപ്പ് ആയിട്ട് എടുക്കാം. 450 പോയിന്റ്സ് ഗ്യാപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനലൈസിങ് ചെയ്യാനുള്ളത്. അപ്പോൾ വാറിന്റെ ആ ഒരു റിഫ്ലക്ഷൻ മാർക്കറ്റിൽ കാണിച്ചു തുടങ്ങി. പതുക്കെ ആ വാർ സ്റ്റോപ്പ് ചെയ്യാനുള്ളതിന്റെയൊക്കെ ഇത് മാർക്കറ്റ് തിരിച്ച് റിക്കവർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ബൈസെൽ വാല്യൂ വന്നത് 56,301 ആണ്. 696 പോയിന്റ്സ് അപ്പ് എന്ന് പറയുന്നത് ഈ 450 പോയിന്റ്സ് ഉള്ള ഗ്യാപ്പ് അപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മൂവ്മെന്റ് വന്നിരിക്കുന്നത് 128 പോയിന്റ്സ് ഉള്ളു. പക്ഷേ കൺസിഡറബിളി നല്ലൊരു മൂവ്മെന്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 300 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കാൻ നേരത്ത് ഈ 128 പോയിന്റ്സ് എന്ന് പറയുന്നത് 150യുടെ അടുത്ത് വരുന്നുണ്ട്. നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ്. പിന്നെ ബാക്കി 696 കാണിക്കണം. ഈ 450 ഗ്യാപ്പും കൂടി കൺസിഡർ ചെയ്ത് വേണം. അപ്പോൾ ഇത് വെച്ചാണ് നമുക്ക് ഇനിയുള്ള അനാലിസിസ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യമേ തന്നെ ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഇന്നത്തെ ക്ലോസിംഗ് ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. അപ്പൊ ആദ്യമേ തന്നെ ആ നേരത്തെ ഗ്യാപ്പ് ഒന്ന് ഞാൻ ഇവിടെ വരച്ചു വെക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മൾ നേരത്തെ ഇപ്പോ മാർക്ക് ചെയ്ത ഗ്യാപ്പ്, അതായത് ഇന്ന് ഫോം ചെയ്ത പുതിയ ഗ്യാപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഏകദേശം 56,258 ആണ് ഇന്നത്തെ വെനസ്ഡേ
ക്ലോസിംഗ് വന്നിരിക്കുന്നത് ബൈസെൽ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു 56,301.95 പ്ലസ് 696.90 പോയിന്റ്സ് ഡൺ പ്ലസ് 1.25% അപ്പ് മൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റും കൂടി എഴുതിയിടാം. അപ്പോൾ റൗണ്ട് അപ്പ് ആയിട്ട് 450 പോയിന്റ്സ് ഗ്യാപ്പ് എന്നാണ് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പൊ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഇനി വരാൻ പോകുന്ന നമ്മുടെ ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 57,000 ആയിരിക്കും. ഞാനിവിടെ മാർക്ക് ചെയ്യാം 57,000. ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് നാളെ ആക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ് 55,000. ഓക്കെ, 54,981 ഉണ്ട്, പക്ഷെ 55,000 ഞാൻ റൗണ്ട് അപ്പ് ആയിട്ട് എടുക്കുകയാണ്. ഇത് ആവറേജ് വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ് 55,000. നമ്മൾ ജസ്റ്റ് ഇതിന്റെ മുമ്പത്തെ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ പണ്ട് വളരെ ഇമ്പോർട്ടന്റ് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ലെവൽസും ഒക്കെ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എസ്പെഷ്യലി ഈ 55,000 സപ്പോർട്ട് 1 എടുത്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഈ 450 പോയിന്റ്സ് ഗ്യാപ്പിനേലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത് ഈ 500 പോയിന്റ്സ് താഴത്തുള്ള ഗ്യാപ്പാണ്. കാര്യം നമ്മുടെ ടെക്നിക്കൽ തിയറി അനുസരിച്ച് ഒരു ഗ്യാപ്പ് ഫോം ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് മാക്സിമം പോയ ഒരു മാസം കൊണ്ടൊക്കെ ആ ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ഫിൽ ആകും. അത് സ്ലോലി ഒറ്റയടിക്ക് ഫിൽ ആകുന്നല്ല, സ്ലോലിയേ ഫിൽ ആകുള്ളൂ. അപ്പോൾ ഈ ഗ്യാപ്പ് ഫിൽ ആകുന്നിടത്തോളം കാലം നമുക്ക് ഏത് നിമിഷവും ഒരു ഡൗൺ ഫോൾ മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സും ലൂസേഴ്സും നോക്കാം. നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഇൻഡിഗോ, പിന്നെ അതിന്റെ തൊട്ട് പുറകെ പവർ ഗ്രിഡ്, ഇറ്റേണൽ, മാക്സ് ഹെൽത്ത്, വിപ്രോ, HDFC ലൈഫ്, ടെക്കം, TCS, ഹിൻലാൽകോ, TMPV, SBI ലൈഫ്, LT, അദാനി പോർട്സ്, ഏഷ്യൻ പെയിന്റ്, കൊടാക് ബാങ്ക്, സൺ ഫാർമ, ട്രെൻഡ്, നെസ്ലെ ഇന്ത്യ, ബജാജ് ഫൈനാൻസ്, SV, ഇൻഫി എന്നിവയൊക്കെയാണ്. ലൂസേഴ്സിൽ ഏറ്റവും വലിയ ലൂസർ വന്നത് ഡോക്ടർ റെഡ്ഡി ആണ്. അതിലും കുറവ് ലൂസർ വന്നത് ഭാരതി എയർടെൽ, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ONGC എന്നിവയൊക്കെയാണ് ടോപ്പ് ലൂസേഴ്സ് വന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്ക് ആണ് ഏറ്റവും നല്ലൊരു മൂവ്മെന്റ് കാണിച്ചത്, ഏകദേശം 3.07%. അതിന്റെ തൊട്ട് പുറകെ കൊടാക് ബാങ്ക്, യെസ് ബാങ്ക്, ഇൻഡസ് ബാങ്ക്, PNB ബാങ്ക്, HDFC ബാങ്ക്, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, SBI, AU ബാങ്ക് എന്നിവയൊക്കെയാണ് ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് വന്നത്. ലൂസേഴ്സ് ആയിട്ട് വന്നത് ഏറ്റവും വലിയ ലൂസർ നമ്മുടെ ഫെഡറൽ ബാങ്ക് ആണ്, 0.62% നെഗറ്റീവ്. പിന്നെ ആക്സിസ് ബാങ്ക്, പിന്നെ ICICI ബാങ്കുമാണ് ഇതിന്റെ തൊട്ട് പുറകെ വന്നത്. ഇനി നമുക്ക് സെക്ടോറിയൽ പെർഫോമൻസ് നോക്കാം. പറയേണ്ട കാര്യമില്ല, എല്ലാ സെക്ടേഴ്സും ഒരു 2% അടുത്ത് മൂവ് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ 1.97% അല്ലെങ്കിൽ 1.84, എല്ലാം ഒരു 2%. ആ ഗ്യാപ്പോട് കൂടി നല്ലൊരു അപ്പ് മൂവ്മെന്റ് ആണ് നൽകിയത്. ഇനി സെക്ടോറിയൽ ഇൻഡിസസ് നോക്കണമെങ്കിൽ എല്ലാം ഗ്രീൻ ആണ്. ആ ഗ്യാപ്പ് അപ്പ് നല്ലോണം സെക്ടോറിയൽ ഇൻഡിസസിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ലൊരു മൂവ്മെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫിനിഫ്റ്റിയിലോട്ട് പോകാം. അപ്പൊ ഫിനിഫ്റ്റിയിൽ നോക്കാൻ നേരത്ത് നമുക്ക് അറിയാം 178 പോയിന്റ്സ് ഗ്യാപ്പ് താഴെയുണ്ട്. അത് കൂടാതെ തന്നെ പുതിയ ഗ്യാപ്പ് ഫോം ചെയ്തിരിക്കുന്ന ഇവിടെയാണ്. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് ഏകദേശം നമുക്ക് എടുക്കാം. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് ഇനി വന്നിരിക്കുന്നത് ഏകദേശം 280 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട്. 280 പോയിന്റ്സ് ആണ് ഇനി ഫില്ല് ചെയ്യാനുള്ള ഗ്യാപ്പ്. പിന്നെ നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിൽ കറക്റ്റ് വന്ന് ഗ്യാപ്പ് അപ്പ് ക്ലോസ് ചെയ്ത് സൈഡ് വേസ് മൂവ്മെന്റ് ചെയ്ത് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് സൈഡ് വേസ് മൂവ്മെന്റ് നടത്തിയിരിക്കണേന് ഗൈസ്. അത് മാത്രമല്ല, ഇതിന്റെ ടോട്ടൽ മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 107 പോയിന്റ്സേ നിഫ്റ്റി മൂവ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഗ്യാപ്പോട് കൂടി നോക്കാൻ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ 260 പോയിന്റ്സ് എത്രയാ വരുന്നത്, ഏകദേശം 260 പോയിന്റ്സ് റൗണ്ട് അപ്പ് ആയിട്ട് 260 എന്ന് എടുക്കാം. നമുക്ക് 280 കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് 280 പോയിന്റ്സ് വരുന്ന ഗ്യാപ്പ് ഓട് കൂടിയാണ് ഈ 397 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് കാണിക്കുന്നത്. അതും വളരെ ശ്രദ്ധിക്കണം. കാര്യം സൈഡ് വേസ് മൂവ്മെന്റ് കാണിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ അർത്ഥം അവിടെ നിന്ന് മാർക്കറ്റിന് മുകളിലോട്ട് പോകാനുള്ള കരുത്തില്ല എന്നുള്ളത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. പക്ഷെ നാളെ ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇനിയും ഇതുപോലെ തന്നെ സൈഡ് വേസ് മൂവ്മെന്റ് ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കാം. അപ്പൊ ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. അപ്പൊ ആദ്യമേ തന്നെ ഈ ഗ്യാപ്പ് ഒക്കെ ഒന്ന് ഞാൻ വരച്ചോട്ടെ. അപ്പോ നമ്മുടെ നിഫ്റ്റിയുടെ 768 പോയിന്റ്സ് ഗ്യാപ്പ്, ഇതാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഗ്യാപ്പ്, വലിയൊരു ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ വന്ന 280 പോയിന്റ്സ് ഗ്യാപ്പ്, അതും കൂടി ഞാൻ എഴുതിയിട്ടേക്കാം. ഞാൻ റൗണ്ട് അപ്പ് ആയിട്ട് 280 എന്നാണ് എടുക്കുന്നത്. 280 പോയിന്റ്സ് ഗ്യാപ്പ് കൂടി ഉണ്ട് ഫില്ലാകെ. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 26,432 ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് ഏകദേശം 26,445.00 പ്ലസ് 937 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പോട് കൂടിയുള്ള പോയിന്റ്സ് ആണത്. 1.53% അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കടക്കാം. അപ്പോ നമുക്കിനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ നോക്കാനുള്ളത് കുറച്ചും കൂടി ഞാൻ താഴ്ത്തോട്ട് വെച്ചോട്ടെ. ഇവിടെ കൊണ്ടായിരിക്കും വരുന്നത്. ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ 26,750 എന്ന ലെവലാണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 26,750
750 ഇതായിരിക്കും ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ലെവലാണ്. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത റെസിസ്റ്റൻസ് ലെവലിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും. അതെന്ന് പറയുന്നത് ഏകദേശം 27,250 ആയിട്ട് വരും. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 27,250 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ലെവൽസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ടത് 2 സപ്പോർട്ട് ലെവൽസ് ആണ്. ഒന്ന് 280 പോയിന്റ്സ് ഗ്യാപ്പിന്റെ താഴെ വരുന്ന സപ്പോർട്ട് ലെവൽ, അതായത് മാർക്കറ്റ് താഴത്തോട്ട് വരണയാണെങ്കിൽ 280 പോയിന്റ്സ് ഗ്യാപ്പ് ഈസിലി ആയിട്ട് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് നോക്കാനുള്ള സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 26,000 ആണ്. ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നോക്കേണ്ട കാര്യം നമ്മുടെ താഴെയുള്ള ബിഗ് ഗ്യാപ്പ്, ഓക്കെ, ബിഗ് ഗ്യാപ്പ് 768 പോയിന്റ്സ് ഉള്ള ബിഗ് ഗ്യാപ്പ് അത് ക്ലോസ് ചെയ്യാനായിട്ട് താഴ്ത്തോട്ട് വരും. അപ്പോൾ നമുക്ക് നോക്കാനുള്ള ലെവൽ എന്ന് പറയുന്നത് 25,500 ആണ്. 25,500 ആയിരിക്കും നമ്മുടെ ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ക്യാൻഡിൽ കൺഫർമേഷൻസ് എടുക്കുക. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കിയാൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഫിൻനിഫ്റ്റിയിലും പ്രത്യേകിച്ച് പാറ്റേൺസ് ഒന്നും ഇൻട്രാഡേയിൽ ഫോം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാൻഡിൽ കൺഫർമേഷനും വോളിയം അനാലിസിസും സെന്റിമെന്റൽ അനാലിസിസും വെച്ച് വേണം അനലൈസിങ് നടത്താൻ. ഡബിൾ കൺഫർമേഷൻസ് എടുക്കുക. കാര്യം മാർക്കറ്റിന്റെ ഗ്ലോബൽ മാർക്കറ്റിന്റെ വാറിന്റെ ഡിസിഷൻ മേക്കിംഗ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് 26,000 സപ്പോർട്ട് 1 ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ടോ എന്നാണ്. ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ 25,500 മുമ്പേ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഗ്യാപ്പ്, ആ 768 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് റിവേഴ്സൽ പ്രതീക്ഷിക്കാം. അതേസമയം ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ 25,500 ബ്രേക്ക് ചെയ്ത ഒരു റെഡ് ക്യാൻഡിൽ, നല്ലൊരു മർബോസു, നല്ലൊരു ഇൻവേർട്ടഡ് ഹാമർ അല്ലെങ്കിൽ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ഒക്കെ ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു സെല്ലേഴ്സ് ഡോമിനേഷൻ, ഒറ്റയടിക്ക് 768 പോയിന്റ്സ് ക്ലോസ് ആവില്ല, പക്ഷെ സ്ലോലി ആ ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് പുള്ളപ്പ് ആണ് ചെയ്യണമെങ്കിൽ നോക്കേണ്ടത് നമ്മുടെ ഈ ഒരു പോയിന്റിന്റെ അവിടെ ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടോ എന്നാണ്. കാര്യം ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്കറ്റ് ചെറിയ റീട്രേസിന് ശേഷം ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിൽ, അതായത് ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് വന്നേച്ചും ഒരു റെഡ് ക്യാൻഡിൽ, നല്ലൊരു സ്ട്രോങ് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു 26,750 അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ നേരത്തെ ഇപ്പോൾ കണ്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് മുകളിലോട്ട് പോയിന്ന് വരും. അത് കഴിഞ്ഞ് ഒരു ബെയറിഷ് മൂവ്മെന്റ് തുടങ്ങും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നിഫ്റ്റിയിൽ. ഓക്കെ, ഇനി നമുക്ക് സെൻസെക്സ് നോക്കാം. അപ്പൊ സെൻസെക്സിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് 1064 പോയിന്റ്സ് വരുന്ന ഗ്യാപ്പാണ്. പിന്നെ ഇന്ന് ഫോം ചെയ്ത ഗ്യാപ്പും കൂടി നോക്കുവാണെങ്കിൽ നമ്മുടെ ഗ്യാപ്പിന്റെ വലിപ്പം കൂടിയിട്ടുണ്ട്. ഇത് വരുന്നത് ഏകദേശം നമുക്കൊന്ന് മെഷർ ചെയ്ത് വെച്ചേക്കാം. ഇന്നത്തെ ഗ്യാപ്പ് വന്നിരിക്കുന്നത് 849 പോയിന്റ്സ് ഗ്യാപ്പാണ്. ഓക്കെ, 849 പോയിന്റ്സ് ആണ്. നമുക്ക് 850 എടുക്കാം. 850 പോയിന്റ്സ് ഗ്യാപ്പും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ളത്. അപ്പൊ അതിലോട്ട് കിടക്കാം. ഞാൻ ആദ്യമേ തന്നെ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. അപ്പൊ ഇന്ന് ക്ലോസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത്, അത് ശ്രദ്ധിക്കണം. എനിക്കൊരു കാര്യം എടുത്ത് കാണിക്കാനുള്ളത്, ഇവിടെ 77,600 റെസിസ്റ്റൻസ് 1ന്റെ മുകളിലാണ് ഗ്യാപ്പ് ഓപ്പൺ ചെയ്തത്, ഗ്യാപ്പ് അപ്പിന് ശേഷം. അതുകൊണ്ട് അവിടെ മാർക്കറ്റ് മൂവ്മെന്റ് സൈഡ് വേസ് ആയിരുന്നു. അതും കൂടി എനിക്ക് എടുത്ത് കാണിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇന്നത്തെ അനാലിസിസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഗ്യാപ്പ് ഒക്കെ ഒന്ന് ഞാൻ വരച്ചോട്ടെ. അതായത് നമുക്ക് താഴെയുള്ള ഗ്യാപ്പ് ഇതാണ്. പിന്നെ വരുന്ന ഇവിടെ ഒരു ഗ്യാപ്പ് നേരത്തെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുക്കണം. കണ്ടോ, ഇവിടത്തെ ആ ഡൗൺ ക്യാൻഡിലിൽ നിന്ന് വേണം നമ്മൾ ഗ്യാപ്പ് മെഷർ ചെയ്യാൻ. ഞാൻ പറഞ്ഞായിരുന്നു 850 പോയിന്റ്സ് ആണ് ഗ്യാപ്പ് വരുന്നത്. വേണമെങ്കിൽ ഒന്നും കൂടി മെഷർ ചെയ്ത് കൺഫേം ചെയ്യാം. 850 പോയിന്റ്സ് ഗ്യാപ്പ് വരുന്നുണ്ട്. റൗണ്ടപ്പ് ആയിട്ടാണ് എഴുതുന്നത്. 850 പോയിന്റ്സ് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഗ്യാപ്പുമാണ് ക്ലോസ് ആകാനുള്ള. പിന്നെ ഇന്നത്തെ കറക്റ്റ് ഈ ഗ്യാപ്പ് കൂട്ടാതെയുള്ള മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ആകെപ്പാടെ നമ്മുടെ സെൻസെക്സ് മൂവ് ചെയ്തേക്കുന്ന 181 പോയിന്റ്സ് ആണ്. ഓക്കെ, പിന്നെ അത് കൂടാതെ നാളെ സെൻസെക്സിന്റെ എക്സ്പയറി ആണ്. കോൺട്രാക്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളവരൊക്കെ ഓർത്ത് കോൺട്രാക്ട് ക്ലോസ് ചെയ്യുക. അത് മാത്രമല്ല, കോൺട്രാക്ട് നാളെ പുതിയതായിട്ട് ഒരു ഫൈനൽ ഡേയിൽ കോൺട്രാക്ട് എടുക്കുന്നവർ വളരെ സൂക്ഷിച്ച് ഡബിൾ കൺഫർമേഷൻ എടുത്ത് വേണം കോൺട്രാക്ട്സ് ഓപ്പൺ ചെയ്യാൻ. മാർക്കറ്റ് കുറച്ച് വോളറ്റൈൽ ആയിരിക്കും. ഇവിടുത്തെ സൈഡ് വേസ് മൂവ്മെന്റ് കൊണ്ട് തന്നെ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആദ്യമേ തന്നെ ക്ലോസിംഗ് മാർക്ക് ചെയ്തിട്ട് പിന്നെ ലെവൽസിലോട്ട് കിടക്കാം. അപ്പൊ ഇന്നത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 78,052 ആണ് ഇന്നത്തെ
നമ്മുടെ വെനസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത് ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 78,111.24 1,263.67 കമ്പാരിറ്റീവ്ലി നല്ലൊരു മൂവ്മെന്റ് ആണ്. പക്ഷെ ഗ്യാപ്പ് 850 പോയിന്റ്സ് ഉണ്ടെന്ന് നോക്കണം. അതിന്റെ ബാക്കി മൂവ്മെന്റ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷനിൽ എടുക്കാൻ പാടുള്ളൂ. 1.64% അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് നാളത്തെ ഇൻട്രാഡേ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻട്രാഡേ ലെവൽസ് നോക്കുവാണെങ്കിൽ ഞാൻ ഈ ചാർട്ട് ഒന്ന് കുറച്ച് താഴത്തോട്ട് വെച്ചോടെ. ഇൻട്രാഡേ ലെവൽസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവൽ നോക്കാൻ പറ്റുന്നത് 79,000 ആണ്. ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് വരും 79,000 ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവൽ 1. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ നോക്കാനുള്ളത് ഈ 850 പോയിന്റ്സ് ഗ്യാപ്പ് താഴത്തോട്ട് വന്ന് ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 77,000 നമ്മുടെ ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, രണ്ട് ലെവൽസും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെയും 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ, 1 അവർ ബുള്ളിഷ് ക്യാൻഡിലും 1 അവർ ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻസ് എടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് ആയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് മാർക്കറ്റ് ഇപ്പൊ ട്രേഡ് ചെയ്യുന്ന സോണിൽ തന്നെ ട്രേഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഈ ഒരു സോണിൽ തന്നെ എങ്ങോട്ടും ഏതെങ്കിലും ഒരു വശത്തോട്ട് ബ്രേക്ക് ഔട്ട് ഉണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു സോണിൽ തന്നെ ട്രേഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ സെൻസെക്സിന്റെ കാര്യത്തിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കോഴ്സിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അഫ്കോഴ്സ് ഈ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഫോൺ നമ്പർ ഇവിടെ എഴുതിയിടാം. അപ്പോൾ ഇതാണ് നമ്പർ +918870135772. ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം 4199 കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ കോഴ്സ് ലൈഫ് ടൈം കോഴ്സ് ആക്സസ് ആയിരിക്കും. 1 ടൈം പർച്ചേസ് ചെയ്താൽ മതി. അത് മാത്രമല്ല ലൈഫ് ടൈം വാട്സ്ആപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ട് പ്രൊഫഷണൽ രീതിയിൽ ടെക്നിക്കൽ അനാലിസിസ് രീതിയിൽ ട്രേഡ് ചെയ്ത് പഠിച്ച് നിങ്ങളും എന്നെ പോലെ പ്രൊഫഷണൽ ആകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ കറക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പഠിക്കാൻ ശ്രമിക്കുക. അത് മാത്രമല്ല എല്ലാവർക്കും ഹാപ്പി വിഷു, എല്ലാവർക്കും നല്ല വിഷു ആശംസകൾ. നല്ലൊരു കൊല്ലമായിക്കട്ടെ തുടർന്നുള്ള ദിവസങ്ങളെന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. വേറെ സ്റ്റോക്ക് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നാളത്തെ അനാലിസിസ്ക്ക്. അതുവരേക്കും താങ്ക് യു ബൈ. ഹാവ് എ നൈസ് ഡേ. ഹാവ് എ ഗുഡ് നൈറ്റ്.